ഹലോ മക്കളെ, കുറേ നാളായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അർച്ചന മിസ് എവിടെയാ, മിസ്സിന് എന്താ പറ്റിയേ, മിസ് എന്താ വീഡിയോ ചെയ്യാത്തേ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ വർഷവും ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മിസ് ഇപ്പോൾ റെഗുലറായിട്ട് വർഷത്തിൽ ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിട്ട് മിസ് പിന്നെയും പോകും, പിന്നെ മിസ്സിനെ കാണാനില്ല. അതുപോലെ തന്നെ ഈ വർഷത്തെ ഇപ്രാവശ്യം വീഡിയോ ഇടാന്ന് വിചാരിച്ചു. പ്ലാൻ ചെയ്യുന്നുണ്ട് വീഡിയോ ഇടണമെന്ന്, പക്ഷെ എനിക്ക് പറ്റാറില്ല, എന്താന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ ഇന്നിപ്പം മിസ് ചെയ്യുന്ന എസ്ത്രീക്കാരുടെ DC മെഷീൻസ് അല്ലേ, എസ്ത്രീ ഇലക്ട്രിക്കലിന് DC മെഷീൻസ്. അപ്പോൾ മെഷീൻസിൽ ഞാൻ അത്യാവശ്യം എന്താണ് ട്രാൻസ്ഫോമറിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജനറേറ്ററിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, മോട്ടറിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് മോട്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് പിന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ചാനൽ സ്റ്റാർട്ട് ചെയ്ത 2020-ലാണ് ഞാൻ ജനറേറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്രാവശ്യം എന്തായാലും ക്ലാസിഫിക്കേഷൻ വീഡിയോ ഉടനെ തന്നെ ഇടാം. പിന്നെ ഏതൊക്കെ സബ്ജക്റ്റ്, എനിക്ക് തോന്നുന്നു ഞാൻ മെഷീൻസ് S3 മെഷീൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനലോഗ് ഇലക്ട്രോണിക്സിന്റെ 2 വീഡിയോസ് ചെയ്തത് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുള്ള. അപ്പം അനലോഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ റെക്കമെൻഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ ഞാൻ നോക്കിയിട്ട് ടൈം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടേക്കാം. നവംബറിലാണല്ലോ എക്സാം, അതിന് മുന്നേ ഉള്ള സമയത്ത് ചെയ്യാൻ നോക്കാം. സോ ഹിയർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് DC മോട്ടർ. സിമ്പിളായിട്ട് ആദ്യമേ പറയാം, എന്നിട്ട് വായിക്കാം, സാധാരണ മിസ് പഠിപ്പിക്കുന്ന പോലെ. ഇത് ആർമേച്ചറാണ്. ഈ കാണുന്ന റെഡ് ഇട്ട് മാർക്ക് ചെയ്തേക്കുന്ന ആർമേച്ചറാണ്. ആർമേച്ചറിന്റെ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഫീൽഡാണ്. ഫീൽഡിന് ഒരു നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, DC സപ്ലൈ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ മെയിൻ ഫീൽഡില്, അല്ലെങ്കിൽ ഈ മെയിൻ നോർത്ത് പോളും സൗത്ത് പോളും ക്രിയേറ്റ് ആവും. അതായത് ഫീൽഡിൽ നോർത്ത് പോളും സൗത്ത് പോളും ക്രിയേറ്റ് ആവും എന്നെ DC സപ്ലൈ സപ്ലൈഡ്. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ആർമേച്ചർ ആണ്. ആർമേച്ചർ കറണ്ട് കാരിയർ ആണ് അല്ലെ. ആർമേച്ചർ, ദ ഫംഗ്ഷൻ ഓഫ് ആർമേച്ചർ ഈസ് ടു പ്രൊഡ്യൂസ് EMF. കറണ്ട് ക്യാരി ചെയ്ത് EMF പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ കണ്ടക്ടേഴ്സ് കണ്ടല്ലോ, ഡോട്ടും ക്രോസും. ഓർമ്മയുണ്ടോ? കമ്മ്യൂട്ടേഷൻ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂട്ടേഷന്റെ വീഡിയോ. ആ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ. സോ ഇവിടെ കണ്ടക്ടേഴ്സ്, ആർമേച്ചർ കണ്ടക്ടർ ഉണ്ടല്ലോ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കറണ്ട് കാരിയർ ആയതുകൊണ്ട് ഇതിലേക്ക് സപ്ലൈ, ആർമേച്ചറിലേക്ക് സപ്ലൈ വരുന്നു, MMF ക്രിയേറ്റ് ആവുന്നു. MMF ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ ഫീൽഡിലും നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ആർമേച്ചറിലും നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ഫസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫീൽഡിന്റെ നോർത്ത് പോളും ആർമേച്ചറിന്റെ നോർത്ത് പോളും കൂടെ റിപ്പൽ ആവും. ആൻഡ് ഫീൽഡിന്റെ നോർത്ത് പോളും ആർമേച്ചറിന്റെ സൗത്ത് പോളും കൂടി അട്രാക്ട് ആവും. അപ്പൊ എന്ത് ചെയ്യും? ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അച്ചീവ് ചെയ്തു ആർമേച്ചർ. ആൻഡ് ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ അഗെയിൻ ഫീൽഡിന്റെ സൗത്ത് പോളും ആർമേച്ചറിന്റെ സൗത്ത് പോളും കൂടെ റിപ്പൽ ആവും. ആൻഡ് ഫീൽഡിന്റെ സൗത്ത് പോളും ആർമേച്ചറിന്റെ നോർത്ത് പോളും കൂടി അട്രാക്ഷൻ ആവും. അപ്പൊ അഗെയിൻ അടുത്തൊരു റൊട്ടേഷൻ അച്ചീവ് ചെയ്യുന്നു. അങ്ങനെ 180 + 180 ഡിഗ്രി റൊട്ടേഷൻ കിട്ടുന്നു. കംപ്ലീറ്റ് DC മോട്ടർ 360 ഡിഗ്രി റൊട്ടേഷൻ ആയി. 360 ഡിഗ്രി റൊട്ടേഷൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് പ്രൊഡ്യൂസ് ആയി. ഇതാണ് ഇനി ഇവിടെ എഴുതിയിട്ടേക്കുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് DC മോട്ടർ ഈസ് ദാറ്റ് വെൻ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ദ കണ്ടക്ടർ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഓൺ ഇറ്റ്. അല്ലെ, ഒരു DC മോട്ടർ ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കാരണം കണ്ടക്ടർ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. when DC supply is given to a 2-pole DC motor, 2-pole അതായത് നോർത്ത് പോൾ സൗത്ത് പോൾ, ഒരു 2-pole ഉള്ള DC മോട്ടറിലേക്ക് DC സപ്ലൈ ഒരു DC മോട്ടറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ then main pole north and south are created. മെയിൻ പോൾ അതായത് ഫീൽഡിലുള്ള പോളാണ് മെയിൻ പോള്, അത് നോർത്തും സൗത്തും ക്രിയേറ്റ് ആയി. ആർമേച്ചർ കണ്ടക്ടേഴ്സ് ക്യാരി കറണ്ട് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഡോട്ടും ക്രോസും കണ്ടോ, അത് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ആണ്. Armature MMF acting vertically up create 2-pole north pole and south pole on the armature. അപ്പൊ ഈ ആർമേച്ചർ MMF കാരണം ആർമേച്ചറിലും എന്തുണ്ടാവും? നോർത്ത് പോളും സൗത്ത് പോളും ക്രിയേറ്റ് ആവും. ഓക്കെ, നൗ ദ മെയിൻ നോർത്ത് പോൾ റിപ്പൽ ആർമേച്ചർ നോർത്ത് പോൾ. മെയിൻ നോർത്ത് പോൾ ആർമേച്ചറിന്റെ നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യും. ആൻഡ് മെയിൻ സൗത്ത് പോൾ ആർമേച്ചറിന്റെ സൗത്ത് പോളിനെയും റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് അല്ലേ അട്രാക്ട് ആവും. ആൻഡ് ദെൻ മെയിൻ നോർത്ത് പോൾ ആർമേച്ചറിന്റെ നോർത്ത് പോളിനെ റിപ്പൽ ചെയ്ത എന്തുമായിട്ട് അട്രാക്ട് ആവും? ആർമേച്ചറിന്റെ സൗത്ത് പോളുമായിട്ട് മെയിൻ നോർത്ത് പോൾ ഓപ്പോസിറ്റ് അട്രാക്ട് ആവും. അങ്ങനെ ദസ്
armature, repel armature north pole and attract the armature south pole, producing clockwise torque. Clockwise torque produce. അതുപോലെ similarly, the field in the south pole repel armature south pole. Field in the south pole, armature in the south pole repel and attract towards the armature north pole. And again producing clockwise torque അല്ലെങ്കിൽ rotation achieve on the clockwise direction as torque. Thus, the resultant electromagnetic clockwise is torque is electromagnetic torque is clockwise. മൊത്തം ഉണ്ടാവുന്ന electromagnetic torque എന്ന് പറയുന്നത് എന്താണ്? Clockwise direction ആണ്. As a result of armature rotates in clockwise, this is the principle of torque production in DC motor. അതായത് this is the principle of operation of DC motor. ഇങ്ങനെയാണ് 360 degree rotationൽ DC motor rotate ചെയ്ത് മെഷീൻ റൺ ആവുന്നത്. അപ്പൊ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. ഇത്ര എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. ആൻഡ് ദിസ് ഇസ് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ ആൻഡ് ഞാൻ അർച്ചന. സോ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാലും മതി. ആൻഡ് ഓൺലൈൻ ട്യൂഷൻ ആവശ്യമുള്ളവർ ആ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യട്ടോ. So thank you.